അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. തക്കാളിയും പച്ചമുളകും താരം മാറാൻ വേണ്ടിയിട്ട് തക്കാളിയും പച്ചമുളകും എന്താണ് ബന്ധം നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. തൽക്കാലം തക്കാളിയും പച്ചമുളകും മാറ്റി വെക്കുക. മഴക്കാലാണ്, തണുപ്പ് കാലാണ്, ഒരുപാട് പേർക്ക് പ്രയാസം ഉണ്ടാവും താരം കൊണ്ട്. താരനാണ് മുടി നരപ്പിക്കാനൊക്കെ മെയിനായിട്ട് കാരണം വരുത്തുന്ന സാധനം. അതുപോലെ തന്നെ നമുക്ക് വല്ലാത്ത ആൾക്കാരുടെ ഇടയിൽ നിന്നും അഥവാ ഒന്ന് ക്രഷ് ചെയ്യണം, ഒന്ന് മാന്തുകയാണെങ്കിൽ അപ്പോൾ തന്നെ താരം കൊയ്യിലൊക്കെ അതൊരു മോശത്തരായിട്ട് നമ്മൾ പലപ്പോഴും അത് കാണുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രയാസം തന്നെയാണ് താരൻ. അപ്പോൾ അതിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ ഒരു 6 മാസമായിട്ടുള്ളൂ എനിക്ക് അതിനൊരു വിമോചനം ഉണ്ടായിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പരിചയപ്പെടുത്താം. കഴിഞ്ഞ ദിവസം ദർസിൽ നിന്ന് 3 കുട്ടികൾ മൊട്ടടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടി തലയിൽ നാരങ്ങ തേക്കാണ്. അപ്പം ഞാൻ ചോദിച്ചത് എന്താണ് നാരങ്ങ തേക്കണത്? ഉസ്താദെ തലയിൽ താരം വന്നിട്ടുണ്ട്, അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് മൊട്ടയും അതിന് ശേഷം നാരങ്ങയും തേക്കണത്. അപ്പോൾ ഇത് തേച്ചിട്ട് മാറ്റണ്ടോ? മുമ്പൊരിട്ടം തേച്ച് പിന്നെ ഇങ്ങനെ ഉണ്ടായി, പിന്നെ മൊട്ടടിച്ചതാണ് എന്ന് കുട്ടി പറഞ്ഞു. അപ്പോഴാണ് ഇത് ഒരുപാട് പേർക്ക് പ്രയാസമുണ്ട്. അതൊരു മാറ്റം നമ്മൾ എന്തായാലും ഇപ്പോൾ ഈ വീഡിയോ ഇപ്പം നമുക്കൊരു ഉപകാരം കിട്ടിയല്ലോ, നമുക്കൊരാൾ പറഞ്ഞു തന്നപ്പോഴാണല്ലോ ഒരു കുട്ടൻസ് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാതെ നമ്മൾ മാത്രം ഒന്ന് പൂത്തി വെക്കേണ്ട, മറ്റുള്ളവർക്ക് ഉപകാരം ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഇപ്പം ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പം എല്ലാവരും തക്കാളിയും പച്ചളും അതൊരു അതിശയത്തോടെ ആയിക്കാരം എല്ലാവരും വന്നിട്ടുണ്ടാവുക. പക്ഷേ നമ്മൾ താരം മാറേണ്ട നമ്മൾ ഈ വിഷയത്തിൽ തക്കാളിയും പച്ചളും ഒരു ബന്ധമില്ല. നമ്മളെ കേരളീയരുടെ സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും മരുന്ന് കാണുകയാണെങ്കിൽ അതിൽ നിന്ന് വില ഉണ്ട്, എന്നാലേ മരുന്ന് തീർക്കുള്ളൂ, വാങ്ങുള്ളൂ. അതിനിപ്പോൾ ആയുർവേദിക് ആണെങ്കിൽ ഇന്നാലിന സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഇത്ര ആൾക്കാരായിട്ടുണ്ട്, ഇന്നാലിന കമ്പനിയാണ്, ഇന്നാലിന കുരുക്കന്മാരിതാണ്, ഇത്ര വലിയ വലിയ പ്രൊഫിറ്റ് മാത്രം ഉണ്ടെങ്കിൽ മാത്രം അത് സ്വീകരിക്കുക. അത് മാറിയിട്ടില്ലെങ്കിൽ വേണ്ടിയില്ല, ഒരു മനസ്സ് എന്ത് ചെയ്യാണ്, വഴിപ്പെടാണ്. പക്ഷെ നമ്മളത് സിമ്പിളാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസങ്ങൾക്ക് മുമ്പ്, ഞാൻ മുമ്പ് പറഞ്ഞു 6 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരാളെ ബന്ധപ്പെട്ടു. അപ്പോൾ എൻ്റെ അയാൾ മുമ്പ് ഞാൻ വരുന്നുണ്ടപ്പോൾ ഇങ്ങനെ കുറച്ച് താരം വന്നു. അപ്പോൾ അയാളോട് പറഞ്ഞു, വളരെ താരം ഉണ്ടല്ലേ, പ്രത്യേകിച്ച് നിങ്ങൾ ഉസ്താക്കന്മാർക്ക് താരം കുറച്ച് കൂടുതലായി. കാരണം തലയെക്കെട്ട് ഇങ്ങനെ കെട്ടി ഇങ്ങനെ വയർപ്പും തിങ്ങി നിൽക്കല്ലേ. അപ്പോൾ ഈ താരം വരാനുള്ള മെയിൻ കാരണം എന്താ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉറക്കം കഴിഞ്ഞിട്ടാണോ അതല്ലെങ്കിൽ തലയെക്കെട്ട് കിട്ടിയിട്ടാണോ. ഞാൻ അങ്ങോട്ട് അയാളോട് ചോദിച്ചു. അപ്പോൾ അയാളോട് പറഞ്ഞു അതൊന്നുമല്ല, നിങ്ങൾ ബൈക്കുമ്മൽ കൂടുതൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കും, നിങ്ങൾ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതൽ താരം ഉണ്ടാവും. ഈ താരം വയർപ്പുണ്ടല്ലോ, വയർപ്പിൽ പൊടി പറ്റി പിടിക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊടികളൊന്നായിട്ട് നമ്മളെ തലയിൽ വയർപ്പാണല്ലോ, വെള്ളമാണല്ലോ, അതിങ്ങനെ ഓരോ പൊടികൾ ഇങ്ങനെ പറ്റി പറ്റി പിടിച്ച് അത് പിന്നെ കട്ടായി മാറി. അത് നല്ല രീതിയിൽ ഒരു മിനിമം 10 മിനിറ്റ് അതല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് എങ്കിലും ചുരുങ്ങിയത് വെള്ളം നല്ലോണം തലയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ഇങ്ങനെ എന്താ ചെയ്യുക, സോപ്പിന് പകരം നല്ലോണം ക്രഷ് ചെയ്യുക. അങ്ങനെ ചെയ്ത് നോക്കി. പ്രത്യേകിച്ച് സവറിൻ്റെ തൊട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് ഇങ്ങനെ തുറന്നിട്ടിട്ട് നല്ലോണം ഇങ്ങനെ വെള്ളം എല്ലായിടത്തും തല ഫുള്ള് ക്രഷ് ചെയ്യണമെങ്കിൽ. ചിലർക്ക് താടിയിലും ഉണ്ടാവും താരന്. അപ്പോൾ എന്താ ചെയ്യുക, താടിയും അതേപോലെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമ്മൾ മറ്റുള്ള ഭാഗങ്ങളൊക്കെ നല്ലോണം വരച്ച് കേൾക്കി നല്ലോണം വെള്ളം പാർന്ന് കേൾക്കിയാലും തല നമ്മൾ അപ്പോൾ ഒരു സോപ്പിട്ട് കേൾക്കി വെള്ളം പാർന്ന് അതോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുക. പൊതുവേ നമ്മൾ കാണുന്ന ഒരു കാഴ്ച അങ്ങനെ ആയിക്കാറ് പൊതുവെ ആൾക്കാർ. അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റോളം തല എന്ത് ചെയ്യുക, നല്ലോണം കേൾക്കുക. എന്നാൽ തന്നെ നമ്മൾ തലയിലെ പൊടി മാറും. നിങ്ങളത് പരീക്ഷ വെക്കേണ്ടി. അങ്ങനെ എനിക്കത് വല്ലാതെ നമ്മൾ സാധാരണ ഒരുപാട് മരുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഇതാവുള്ളൂ. എനിക്കൊരു ഇതായില്ല. പിന്നീട് ഞാൻ പിന്നെ മരുന്ന് വാങ്ങി ഉപയോഗിച്ചു. ആ പൈസ വെറുതെ പോയി എന്നല്ലാതെ. പിന്നെയാണ് ഇയാൾ വീണ്ടും എനിക്ക് ഓർമ്മയിലാവണത്. ഞാൻ തേച്ച് അൽഹംദുലില്ലാ തേച്ച് വെച്ചാൽ പ്രയോഗിക്കാൻ തുടങ്ങി. പിന്നെ ഒരു ദിവസം കുളിക്കും, എല്ലാ ദിവസവും കുളിക്കുമ്പോൾ എന്നും കുളിക്കണം കേട്ടോ, അത് വേറെ കാര്യം. കുളിക്കണം. അപ്പോൾ എന്നും കുളിക്കാം. കുളിച്ചിട്ട് ഇനി ശ്രദ്ധിക്കാം, ഇനി കുളിച്ചില്ല, എന്നൊരു ദിവസം തിരക്കപ്പെട്ട് എന്തെങ്കിലും ബിസിയായി കാര്യങ്ങളായുമ്പോൾ കുളിച്ചില്ല, നാളേക്കൊക്കെ താരം എന്തായാലും തലയിലുണ്ടാവും. അപ്പോൾ ഡെയിലി കുളിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ 10 മിനിറ്റ് വരെ, ചുരുങ്ങിയത് 5 മിനിറ്റോ. ഇനി ബക്കറ്റിൽ ഇനി സവറില്ലാത്തവരാണെങ്കിൽ ബക്കറ്റിൽ ഒരു 5 മിനിറ്റെങ്കിലും, അതായത് ഒരു 10-20 വാട്ടെങ്കിലും തലയിൽ നല്ലോണം കേൾക്കുക. എന്നാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ താരം മാറും. എന്നുവെച്ചാൽ ഇത് നമുക്ക് ഒരുപാട് പേർക്ക് ഇത് സിമ്പിളായിക്കാൻ നമ്മൾ തട്ടിവിടരുത്, ഇത് ഉപകാരപ്പെടും. അതുകൊണ്ട് ഞാൻ തീർത്ത് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആരെങ്കിലും കുടുംബക്കാരോ കൂട്ടുകാരോ ആരെങ്കിലും നമ്മളെ ശിഷ്യന്മാർ മീൻസ് നമ്മളെ ആരെങ്കിലും നമ്മളെ സ്റ്റുഡൻസോളോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതൊന്നും ഉപകാരപ്പെടട്ടെ എന്നുള്ളവർക്ക് നമ്മൾ വീട്ടിലുമ്മാരും പലരും ഇത് പ്രയാസപ്പെട്ടിട്ട് അവിടുന്നും ഇവിടുന്നും കാണുന്ന മരുന്നായിട്ട് വാങ്ങി തേച്ചിട്ട് ഇതൊരു പ്രയോജനമില്ല, ഒന്നുമില്ല, അങ്ങോട്ടും ഇല്ല.
വീണ്ടും ഇല്ലാത്തൊരു കോലത്തിൽ നടക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഇത് ഉപകാരപ്പെടട്ടെ. എനിക്കത് ഉപകാരപ്പെട്ടുകൊണ്ടാണ്. അപ്പം സാധാ കുളിക്കുമ്പോൾ ഉള്ളതല്ലേ. അപ്പം നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ എടുത്ത തക്കാളിയും പച്ചമുളകും അതുകൊണ്ട് എന്തെങ്കിലും റെസിപ്പി ചെയ്താലേ റാഹത്താവുള്ളൂ. അതാണ് നമ്മൾ പൊതുവെ സ്വഭാവം. ഇതൊന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഉപകാരം പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.